ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമ്മുടെ KDRB അല്ലെങ്കിൽ കേരളത്തിലെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അല്ലെ, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വേണ്ടിയുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു LDC. അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് വിളിച്ചിരിക്കുന്ന ഒരു LDC വിജ്ഞാപനം കഴിഞ്ഞ ദിവസം വന്നു. അപ്പോൾ ഈ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടൊരു പൊതു സംശയമുള്ളത്, എന്താണ് ഈ പരീക്ഷയുടെ സിലബസ്, നമുക്ക് എവിടുന്ന് പ്രിപ്പറേഷൻ ആരംഭിക്കണം, എങ്ങനെ ആരംഭിക്കണം എന്നാണ്. നോക്കൂ, ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കാം, ഈ ദേവസ്വം ബോർഡ് പരീക്ഷകൾക്ക് ഒരു പൊതു സിലബസ് ഉണ്ട്. അതായത് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് അവർ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു പൊതു സിലബസ് ഉണ്ട്. അപ്പോൾ അതേ പൊതു സിലബസ് തന്നെ ആവർത്തിക്കാനാണ് ഇപ്രാവശ്യം ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം ദേവസ്വം ബോർഡ് LDCന്റെ ഒഫീഷ്യൽ സിലബസ്. അപ്പോൾ അതിപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും ബാക്കിയുള്ള KDRBക്ക് കീഴിൽ വരുന്ന ഏതൊരു ദേവസ്വം ബോർഡിലേക്കും പൊതുവേ LDC പരീക്ഷ അല്ലെങ്കിൽ LDC എന്നൊരു വിജ്ഞാപനം വിളിക്കുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ ഒരു പൊതു സിലബസ് വെക്കാറുണ്ട്. അപ്പോൾ ആ പൊതു സിലബസിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്ന യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. തുടങ്ങാം നമുക്ക്. റൈറ്റ്, അപ്പോൾ നമുക്ക് നോക്കൂ, ഇതാണ് നിലവിലെ ദേവസ്വം ബോർഡ് LDCന്റെ ഒരു പൊതു സിലബസായി നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. നോക്കൂ, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഇക്കഴിഞ്ഞ 2022 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി പുറത്തുവിട്ടിരുന്ന ഒരു സിലബസ് നോക്കണേ. 2022 ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 എന്ന പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിലബസ് ആണത്. സിലബസിൽ ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ ഇനി പുതിയൊരു സിലബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം പൊതുവെ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും കൂടൽമാണിക്യമായാലും അല്ലെങ്കിൽ ഗുരുവായൂരായാലും ഏതൊരു ദേവസ്വം ബോർഡ് KDRB കീഴിലുള്ള ഏതൊരു ദേവസ്വം ബോർഡിലേക്കും പൊതുവെ LDC നിലവാരത്തിലെ പരീക്ഷയ്ക്ക് നമ്മുടെ ദേവസ്വം ബോർഡ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്ന സമയത്ത് അതിനുവേണ്ടി വരുന്നൊരു സിലബസ് ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിലബസിൽ ഏവർക്കും പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ സിലബസിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. അപ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. പരീക്ഷ OMR ഫോർമാറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. PSC പോലെ തന്നെ മാറ്റമൊന്നുമില്ല. അതുപോലെ തന്നെ ചോദ്യങ്ങളുടെ ഭാഷ ഒന്നെങ്കിൽ മലയാളമാകാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആകാം, അല്ലെങ്കിൽ തമിഴാകാം, അല്ലെങ്കിൽ കന്നഡയാകാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം എല്ലാ വിഷയങ്ങളും ഇംഗ്ലീഷിലില്ല. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടായിട്ടാണ് സിലബസ് കൊടുത്തിരിക്കുന്നത്. 7ഓളം പാർട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കണേ, 7ഓളം പാർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 7 പാർട്ടിൽ ഓരോ പാർട്ടുകളുടെയും ചോദ്യങ്ങളുടെ ടൈപ്പ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ GK എന്ന പാർട്ട് കൊടുക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷ് ആണോ മലയാളമാണോ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ പാർട്ടും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ ഒന്നുകിൽ മലയാളം, അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ കന്നഡ എന്നൊരു PSCക്ക് എന്താ പറയുക, PSC രീതി അല്ലാത്ത മറ്റൊരു രീതി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ഞാൻ താഴോട്ട് പറയാം. തൽക്കാലം മനസ്സിലിരിക്കട്ടെ. ഒന്നെങ്കിൽ ചോദ്യം മലയാളത്തിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ കന്നഡ. അല്ല, ഓരോ പാർട്ടിന്റെ ഹെഡിങ് ഞാൻ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി അടുത്ത ആകെ ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്ന 100 മാർക്കിനാണ് അല്ലേ. ആകെ ചോദ്യങ്ങൾ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. അവിടെയൊന്നും PSC പോലെ തന്നെ മാറ്റമൊന്നുമില്ല. 75 മിനിറ്റ് ആണ് പരീക്ഷ. അപ്പോൾ 100 മാർക്ക് 100 ക്വസ്റ്റ്യൻ 75 മിനിറ്റ് ആണ് പരീക്ഷ. അവിടെയൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണാൻ കഴിയില്ല, PSC പോലെ തന്നെ. അപ്പം 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് 75 മിനിറ്റ്. മുന്നോട്ട് പോവുകയാണേ. അടുത്ത് നോക്കാം. ഇനി ഇതുമായി ശ്രദ്ധിക്കേണ്ടത്, സിലബസിന് 7 പാർട്ടുകളുണ്ട്. സിലബസിന്റെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? പൊതുവിജ്ഞാപനവും കറണ്ട് അഫെയറും. അതായത് GK ആൻഡ് കറണ്ട് അഫെയറിനെ മിക്സ് ചെയ്തൊരു സിലബസിനെ നമുക്ക് ഷെയർ ചെയ്യാം. അടുത്ത സിലബസിന്റെ പാർട്ട് 2 കൊടുത്തിരിക്കുന്നത് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിംഗ് ആണ്. ആസ് യൂഷ്വൽ പതിവുപോലെ മാത്സ്. പിന്നെയുള്ളത് സിലബസിന്റെ പാർട്ട് 3 കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷാണ്, ജനറൽ ഇംഗ്ലീഷാണ്. സിലബസിന്റെ പാർട്ട് 4 കൊടുത്തിരിക്കുന്നത് പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മലയാളമാണ്. സിലബസിന്റെ പാർട്ട് 5 കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്, സയൻസ് ആണ്. അടുത്ത സിലബസിന്റെ പാർട്ട് 6 കൊടുത്തിരിക്കുന്ന കാര്യം അടിസ്ഥാന കമ്പ്യൂട്ടർ വിജ്ഞാപനം അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് ആണ്. സിലബസിലെ പാർട്ട് 7 കൊടുത്തിരിക്കുന്ന കാര്യം ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവ. ഇങ്ങനെ 7 പാർട്ടായിട്ട് 100 മാർക്കിന്, ശ്രദ്ധിക്കാം, 7 പാർട്ടായിട്ടാണ് സിലബസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 7 പാർട്ടിലായിട്ടാണ് സിലബസുകൾ കൊടുത്തിരിക്കുന്നത്. 100 മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത്. 100 ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. കേരള
അപ്പോൾ നമുക്ക് സിലബസിനെ വിശദീകരിച്ചൊന്ന് പരിശോധിക്കാം. കുറച്ച് ലെങ്തുള്ള ഒരു 12 പേജുള്ള വലിയ സിലബസാണ്. ക്ഷമയോടിരുന്ന് കേൾക്കുക, കാണുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. നോക്കൂ, ഹെഡിങ് എന്താ? പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശദമായ സിലബസ് ഒന്ന് ഹെഡിങ് കൊടുത്തതിന് ശേഷം സിലബസിന്റെ പാർട്ട് 1 പരിശോധിക്കണേ. സിലബസിന്റെ പാർട്ട് 1 ആണ്. ഹെഡിങ്ങുകൾ കൃത്യമായി ചെക്ക് ചെയ്യുക. ഞാനത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സിലബസിന്റെ പാർട്ട് 1 പറയുന്ന കാര്യം എന്താണ്? പൊതുവിജ്ഞാനവും ആനുകാലികവും അല്ലെങ്കിൽ GK ആൻഡ് കറണ്ട് അഫയർ എന്ന് സിലബസിന്റെ പാർട്ട് 1 കൊടുത്തിട്ടുണ്ട്. നോക്കണേ, അവിടെ ചോദ്യങ്ങളാകെ 30 ചോദ്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, GK കറണ്ട് അഫയർ മിക്സ് ചെയ്തിട്ട് 30 ചോദ്യങ്ങളാണ്, 30 മാർക്ക്. ഹെഡിങ് നോക്കണേ, 30 ചോദ്യങ്ങൾ 30 മാർക്ക്. ഇനിയാണ് നേരത്തെ പറഞ്ഞൊരു ഫാക്ട്, ഒന്ന് ബോർഡിലേക്ക് ചെക്ക് ചെയ്താ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യണേ. നോക്കൂ, ചോദ്യഭാഷ മലയാളം ഓർ തമിഴ് അല്ലെങ്കിൽ കന്നഡ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, GK ക്വസ്റ്റ്യൻസിന്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇല്ല. GK അത് താഴോട്ട് മാറുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ഓരോ ഹെഡിങ്ങിലും ഓരോ ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻ, നമ്മുടെ ദേവസ്വം ബോർഡ് LDCക്ക് 30 ക്വസ്റ്റ്യൻ GK ആൻഡ് കറണ്ട് അഫയർ ആണ്. GKയും കറണ്ട് അഫയറിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും ഭാഷ എങ്ങനെയാണ്? ഒന്നുകിൽ മലയാളം, അല്ലെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ കന്നഡ. അപ്പോൾ GK കറണ്ട് അഫയർ ഇംഗ്ലീഷിൽ ഇല്ല എന്ന് മനസ്സിലായിക്കോണം. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഓരോ സബ് ടോപ്പിക്കായി പരിശോധിക്കാം. ആദ്യം പറയുന്നത് അന്തർദേശീയ, ദേശീയ, പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, ശാസ്ത്ര സാങ്കേതിക, കലാകായിക, വിനോദ, സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ. കറണ്ട് അഫയർ ആണെന്ന് മനസ്സിലായി. ആനുകാലികമായി ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തികളെ വേണം. അതുപോലെ തന്നെ ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ, അവിടെ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, പ്രമുഖ ദേശീയ, അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ, സാരഥികൾ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അവിടെ കറണ്ട് അഫയർ ആണ് അവർ മെൻഷൻ ചെയ്യുന്നത്. കറണ്ട് അഫയർ എന്ന് മാത്രമല്ല, കറണ്ട് അഫയറിൽ മോർ ഇമ്പോർട്ടൻസ് ടു സ്പേസ്. ISROവുമായി ബന്ധപ്പെട്ട്, DRDOവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്പേസ് ഇന്നോവേഷൻസും സ്പേസ് മിഷൻസും. അപ്പൊ കറണ്ട് അഫയർ ആണ്. കറണ്ട് അഫയർ വിത്ത് മോർ ഫോക്കസ് ടു സ്പേസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അത് കൃത്യമായി ശ്രദ്ധിക്കുക. സിലബസിന്റെ അടിസ്ഥാനമാക്കിയാണ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, പ്രമുഖ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ, അവരുടെ സംഭാവനകൾ, വിവിധ ദേശീയ പ്രസ്ഥാനങ്ങൾ, പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ക്യാബിനറ്റ്, ഇന്ത്യൻ പ്രസിഡന്റുമാർ, ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ. കൃത്യമായി ഇന്ത്യൻ ഹിസ്റ്ററി കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിന്റെ അവസാനം കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷനെ ഒന്ന് ചെറുതായി മിക്സ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ പ്രസിഡന്റുമാരുടെ ലിസ്റ്റ്, അവരുടെ കോൺട്രിബ്യൂഷൻസും, ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ അവരുടെ കോൺട്രിബ്യൂഷൻസും വേണം. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ആധുനിക ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടൊരു വലിയ പാരഗ്രാഫ് തന്നെയുണ്ട്. നോക്കി, മഹാത്മാഗാന്ധി, ഗാന്ധിയുടെ ദർശനങ്ങൾ, ഗാന്ധിയൻ പാരമ്പര്യം, കാലാവർത്തിയായി ഗാന്ധിയൻ മൂല്യങ്ങൾ, കാലിക പ്രാധാന്യവും പ്രസക്തിയും, തൊട്ടുകൂടായ്മ, ജാതി വ്യവസ്ഥ, ഉച്ചനീചത്വങ്ങൾ എന്നിവ ഇല്ലാതാക്കുന്നതിനും പൗരസ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ എന്നീ മൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും കൈക്കൊണ്ട പ്രവർത്തനങ്ങൾ. ഗാന്ധിയും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന രീതികളും പ്രവർത്തനങ്ങളും. ഗാന്ധിജിയെ കുറിച്ച് പഠിക്കണം. വീണ്ടും മോഡേൺ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിനെ അവിടെ കൊടുത്തിരിക്കുകയാണ്. അടുത്ത നമുക്ക് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ടോപ്പിക് ഉണ്ട്, നോക്കാം. ഇന്ത്യൻ സാമ്പത്തിക രംഗം, സാമ്പത്തിക പരിഷ്കാര നടപടികൾ, ദേശീയ വരുമാനം, വളർച്ചാ നിരക്ക്, രൂപയുടെ വരവ് ചിലവ്, ബാങ്ക് ദേശസാൽക്കരണം, ബാങ്കിംഗ്, ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, റിസർവ് ബാങ്ക്, അന്തർദേശീയ ധനകാര്യ സ്ഥാപനങ്ങൾ, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, അതിന്റെ ഘടനയും പ്രവർത്തനവും സ്ഥാപിത ലക്ഷ്യങ്ങളും. പക്ക എക്കണോമിക്സ് ആണ്. ഇന്ത്യയും വേൾഡും ഉണ്ട്. അപ്പൊ ഇന്ത്യ എക്കണോമിക്സ് മാത്രമല്ല, വേൾഡ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങളുണ്ട് അല്ലെ? അന്തർദേശീയ ധനകാര്യ സ്ഥാപനങ്ങൾ, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, അതിന്റെ ഘടനയും പ്രവർത്തനവും പ്രവർത്തന രീതികളും. കഴിയുന്നില്ല, വീണ്ടും മുന്നോട്ട് പോകുന്നു. നമുക്കൊരു ഇന്റർനാഷണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രമുഖ അന്താരാഷ്ട്ര സംഘടനകൾ. അപ്പോൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നതിനെക്കാട്ടി ബെറ്റർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ് അല്ലേ? അപ്പൊ നോക്കൂ, അപ്പം പ്രമുഖ അന്താരാഷ്ട്ര സംഘടനകൾ, കൂട്ടായ്മകൾ. നോക്കൂ, ഐക്യരാഷ്ട്ര സംഘടന, G4 രാജ്യങ്ങൾ, അന്താരാഷ്ട്ര കോടതികൾ, സർവ്വരാജ്യ സഖ്യം, കോമൺവെൽത്ത്, ചേരിചേര പ്രസ്ഥാനം, ആസിയാൻ, സാർക്ക്, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, അന്തർദേശീയ നാണ്യനിധി, അതിന്റെ ആസ്ഥാനങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഘടനയും പ്രവർത്തനവും. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സർവ്വരാജ്യ സഖ്യം, അന്താരാഷ്ട്ര കോടതി, ആസിയാൻ, സാർക്ക്, ബ്രിക്സ് എന്നിങ്ങനെയുള്ള എല്ലാ ഓർഗനൈസേഷന്റെയും ആസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുക, അവരുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് പഠിക്കുക, ഘടനയും പ്രവർത്തന രീതികളെ കുറിച്ച് പഠിക്കുക. അങ്ങനെ ഒരു വെറൈറ്റി ടോപ്പിക്കാണ് അല്ലേ?
നമ്മൾ കേരള PSC ഡയറക്റ്റ് സിലബസിൽ കാണാൻ കഴിയാത്തൊരു ടോപ്പിക്കാണത്. അടുത്ത് നോക്കൂ, സാമൂഹിക, സാമ്പത്തിക, വ്യവസായ, കാർഷിക, അതുപോലെ തന്നെ വിവര സാങ്കേതിക മേഖലകളിൽ സ്വതന്ത്രാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാന വ്യക്തികളും. ഒന്നുമില്ല, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ സാമൂഹ്യ മേഖലയിലും നമ്മുടെ സാമ്പത്തിക മേഖലയിലും നമ്മുടെ വ്യവസായിക കാർഷിക മേഖലയിലും IT മേഖലയിലും ഉണ്ടായ മാറ്റങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ഊന്നൽ കൊടുത്ത് മുന്നോട്ട് പോയ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ പഞ്ചവത്സര പദ്ധതിയായിരുന്നു നമ്മുടെ വികസനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചും അതിൻ്റെ ഡെവലപ്മെൻറ്റുകളെക്കുറിച്ചും അതുവഴി ഉണ്ടായ സ്ഥാപനങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ക്ലിയർലി ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് സ്പോർട്സ് ആണ്. നോക്കൂ, കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പ്, ഒളിമ്പിക്സ് ഉൾപ്പെടെ മറ്റ് അന്തർദേശീയ ദേശീയ മത്സരങ്ങളെ മലയാളി സാന്നിധ്യം, കൈവരിച്ച നേട്ടങ്ങൾ, അർജുന അവാർഡ് ജേതാക്കൾ, 2019 പ്രധാന കായിക മത്സരങ്ങൾ ജേതാക്കൾ. ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് സ്പോർട്സ് ആണ് വേണ്ടത്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേൾഡ് ഒളിമ്പിക്സ്, അതായത് വേൾഡ് സ്പോർട്സും വേണം, ഇന്ത്യൻ സ്പോർട്സും വേണം. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അവാർഡ് കിട്ടിയ ജേതാക്കളെ കുറിച്ചും പഠിക്കണം. അവിടെ ചെറിയൊരു തിരുത്തി ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞു 2022 നോട്ടിഫിക്കേഷൻ പ്രകാരം പുറത്തു വന്നൊരു സിലബസാണ്. അതുകൊണ്ടാണ് ഇവിടെ 2019 പ്രധാന കായിക മത്സരങ്ങൾ എന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ 19 ഒന്ന് വെട്ടാം. നമുക്ക് പകരം 22, 23 നോക്കാം. കാരണം ഇതിപ്പോൾ 25 ആയില്ലേ. അപ്പോൾ നമുക്ക് 23, 24 2023 2024 പ്രധാന സ്പോർട്സ് അവാർഡുകളും കിട്ടിയ വ്യക്തികളും കേരളത്തിലും ഇന്ത്യയിലും വേൾഡിലും ഉണ്ടായ മാറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ട് കിട്ടിയ അവാർഡുകൾ, ജേതാക്കൾ, കിട്ടിയ ഇനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി 2023 24 സ്പോർട്സ് ഇനങ്ങളാണ് നമുക്ക് ആവശ്യം. 19 വേണ്ട, പഴയ നോട്ടിഫിക്കേഷൻ നമ്മൾ എഡിറ്റ് ചെയ്യും. ക്ലിയർലി അടുത്ത നമുക്ക് നോക്കാം, ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ, അവരുടെ രചനകൾ, കഥാപാത്രങ്ങൾ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, അവാർഡ് ജേതാക്കൾ, കലാസാഹിത്യ ഭാഷാഭൂഷണത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, സാരഥികൾ. അപ്പോൾ ദേശീയ പ്രാദേശിക രംഗത്തെ പ്രധാനപ്പെട്ട, അതായത് മലയാളം, പക്ക മലയാളം അല്ലെങ്കിൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ, അവർക്ക് കിട്ടിയ അവാർഡുകൾ, അവാർഡിൻ്റെ സ്പെഷ്യാലിറ്റികൾ, ഏതൊക്കെ കാര്യങ്ങൾക്ക് അവാർഡുകൾ കിട്ടി എന്നുള്ള കാര്യങ്ങൾ, ആ കിട്ടിയ രചനയ്ക്കുള്ള രചനയുടെ പേരുകൾ, അതിലെ കഥാപാത്രങ്ങൾ, ഇങ്ങനെ കലാസാഹിത്യ ഭാഷാഭൂഷണത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും സാരഥികളും. പിന്നെയുള്ളത് അന്തർദേശീയ ദേശീയ ശാസ്ത്ര പ്രതിഭകൾ, കണ്ടുപിടുത്തങ്ങൾ, നോബൽ പുരസ്കാര ജേതാക്കൾ, ഇന്ത്യൻ വനിതാ ശാസ്ത്രജ്ഞർ, നോബൽ സമ്മാൻ അർഹരായ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ, പത്മ പുരസ്കാരങ്ങൾ, പുരസ്കാര ജേതാക്കൾ. ഓക്കെ അല്ലേ. പിന്നെയുള്ളത് ഇന്ത്യയിൽ വിശേഷിയ കേരളത്തിൽ നടപ്പിലാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം, പഞ്ചായത്ത് രാജാണ് ഉദ്ദേശിക്കുന്നത്. അധികാര വികേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ, ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്, പഞ്ചായത്ത് രാജ്യമാണ്. അപ്പോൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ലക്ഷ്യവും പ്രയോജനവും ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ, അവയുടെ ഘടന, അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും. കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായി പറയുന്ന ചില അമെൻമെൻറ്റുകൾ, 73ാമത്തെ അമെൻമെൻറ്റും 74ാമത്തെ അമെൻമെൻറ്റും അതുവഴി ഉണ്ടായ മാറ്റങ്ങളും സബ് ക്ലോസും കൃത്യമായി കൊടുക്കുന്നു. ആ ക്ലോസുകളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും മലയാളത്തിൽ പഠിക്കുക. എക്സാം മലയാളത്തിലാണ്, മറക്കരുത്. ഓക്കെ അല്ലേ. എക്സാം മലയാളത്തിൽ എന്ന് പറയുമ്പോൾ ഈ പാർട്ട് മലയാളത്തിലാണ്. ഞാൻ പറഞ്ഞു പൊതുവെ പരീക്ഷേൻ്റെ ഫോർമാറ്റ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഓരോ പാർട്ടിൻ്റെ ഹെഡിങ് പരിശോധിക്കുക. ഓരോ പാർട്ടിനും ഓരോ ഹെഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. നിലവിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന GK ആൻഡ് കറണ്ട് അഫെയറിൻ്റെ സെഷനാണ്. ഇവിടെ ശരിക്കും ഈ ഒരു സെഷൻ GK ആൻഡ് കറണ്ട് അഫെയർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് റിലീസിൻ്റെ പാർട്ട് 1 മലയാളം ആണ് ഉള്ളത്. മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡയാണ് ഉള്ളത്. ഇത് ഇംഗ്ലീഷിൽ ഇല്ല. കൃത്യമായി ശ്രദ്ധിക്കണം അത് കേട്ടോ. അടുത്ത വായിച്ചു നോക്ക്. പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ, സ്ഥാപനങ്ങൾ, പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ, അവരുടെ സംഭാവനകളും, പരിസ്ഥിതി അനുബന്ധ ദിനങ്ങൾ, പ്രാധാന്യവും പ്രസക്തിയും, പരിസ്ഥിതി വൈവിധ്യത്തിന്റെ നിദാനമായ ആവാസ വ്യവസ്ഥകൾ, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. നോക്കണേ, എക്കോളജിയാണ് അല്ലേ. എക്കോളജി അല്ലെങ്കിൽ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, പിന്നെ പ്രമുഖ ദേശീയ പ്രവർത്തകരുണ്ട്, അവരുടെ സംഭാവനകളും എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളെ കുറിച്ചും കൃത്യമായി പഠിക്കുക. ഈ വെസ്റ്റേൺ നമ്മുടെ പശ്ചിമഘട്ടമൊക്കെ ഇല്ലേ, വെസ്റ്റേൺ ഘാട്ട്സൊക്കെ ഇല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കി പഠിക്കുക. പിന്നെയുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ ഭരണഘടന, ജനാധിപത്യത്തിൻ്റെ പുസ്തകം, ആമുഖം, അതുപോലെ യൂണിയൻ ഭൂപ്രദേശം, മൗലിക അവകാശങ്ങളെ പ്രധാന വകുപ്പുകൾ,
മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ, യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇവയിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഘടനയും പ്രവർത്തനവും സാരഥികളും, സുപ്രധാന ഭരണഘടനാ ഭേദഗതികൾ, വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, പ്രസിഡന്റിന്റെ അധികാരങ്ങൾ, പൗരത്വം. കോൺസ്റ്റിറ്റ്യൂഷനെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാരഗ്രാഫ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കഴിഞ്ഞില്ല. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇനിയുമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ നോക്കുക? കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷനുകൾ, അതുപോലെ തന്നെ നോക്കണേ വനിതാ കമ്മീഷനുകൾ, വിവരാവകാശ കമ്മീഷനുകൾ, ഘടന, അധികാരങ്ങളും പ്രവർത്തന ലക്ഷ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ, ലോക്സഭയിലെ നിയമസഭയിലെ കേന്ദ്രത്തിലെയും കേരളത്തിലെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും പഠിക്കണം. അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ ഘടനയും അധികാരങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിക്കണം കേട്ടോ. പിന്നെയുള്ളത് കുറച്ച് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ആണ്. സാമൂഹിക നന്മയും സുരക്ഷ എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. സാമൂഹിക ഭദ്രത, സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, പദ്ധതികൾ, സാമൂഹിക സുരക്ഷയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, സ്ഥാപനങ്ങൾ. ഒന്നുമില്ല. കേന്ദ്രത്തിലെയും കേരളത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷിതത്വ പദ്ധതികളുണ്ട്. അപ്പോൾ ആ സാമൂഹ്യ സുരക്ഷിതത്വ വെൽഫെയർ സ്കീംസ് ഇല്ലേ, അപ്പോൾ സാമൂഹ്യ സുരക്ഷിതത്വ പദ്ധതി അല്ലെങ്കിൽ വെൽഫെയർ സ്കീംസുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. കേന്ദ്ര നിലവാരത്തിലും സംസ്ഥാന നിലവാരത്തിലുമുള്ള സ്കീംസുകളെല്ലാം നിങ്ങൾ പഠിക്കണം. ഇല്ലേ. പിന്നെയുള്ളത് വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യയിലെ അഴിമതി നിരോധന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ, അഴിമതി നിയന്ത്രണത്തിനായുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, ലോക്പാല്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI, സംസ്ഥാന അഴിമതി നിരോധന സ്ഥാപനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ബ്യൂറോകൾ, അവരുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും. ഇന്ത്യയിലെയും കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി നിരോധന നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും. പിന്നെയുള്ളത് വീണ്ടും നമ്മുടെ ഒരു എക്കോളജി ടോപ്പിക്കിനെ കയറി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് എക്കോളജി പോർഷൻ കണ്ടിരുന്നു. വീണ്ടും എക്കോളജി, ആഗോള താപനം, ഓസോൺ പാളികളുടെ ശോഷണം, അതിനെന്തൊക്കെ കാരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കാം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മറ്റ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ ആരൊക്കെ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്തൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനവും ഓസോൺ പാളികളെക്കുറിച്ചും ഗ്രീൻ ഹൗസ് ഗ്യാസുകളെക്കുറിച്ചും കൃത്യമായിട്ട് പഠിക്കുക. എക്കോളജിയാണ്. പിന്നെയുള്ളത് പ്രകൃതി ദുരന്തങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പ്രകൃതി ദുരന്തങ്ങൾ, ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ, ലോകത്തെ ബാധിച്ച മഹാവ്യാധികൾ, COVID-19, സ്പാനിഷ് ഫ്ലൂ, എയ്ഡ്സ്, H1N1, എബോള, സിക്ക വൈറസ്, അവയുടെ വ്യാപനങ്ങൾ എങ്ങനെയൊക്കെ, വ്യാപനം ഉണ്ടായപ്പോഴൊക്കെ കൈക്കൊണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെ മുൻകരുതലെടുക്കാം ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ, COVID-19 വ്യാപനം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊണ്ട രോഗവ്യാപന പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെ, അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ എന്തൊക്കെ, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെ, വിവിധ പാക്കേജുകൾ എങ്ങനെയൊക്കെയായിരുന്നു. ഇങ്ങനെ COVID-19 ഉൾപ്പെടെ സ്പാനിഷ് ഫ്ലൂ, എയ്ഡ്സ്, H1N1, എബോള, സിക്ക വൈറസിൻ്റെ ബയോളജിക്കൽ പോയിന്റ് മാത്രമല്ല കേട്ടോ. ഈ ഒരു അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോർമലി പഠിക്കുന്ന ബയോളജിയിലെ ചില വൈറസുകളുടെ പേരുകളും വൈറസുകളെ കണ്ടുപിടിച്ച ആളുകളും മാത്രം പോരാ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഉൾക്കൊണ്ട അല്ലെങ്കിൽ കൈക്കൊണ്ട പ്രതിരോധ പ്രവർത്തന രീതികളും അതുമായി ബന്ധപ്പെട്ട സ്കീംസുകളും കൃത്യമായിട്ട് നമുക്ക് വേണം. ശരിക്കും അത് കുറച്ച് കേരളത്തിലെയും കേന്ദ്രത്തിലെയും വെൽഫെയർ സ്കീംസ് ഉണ്ട്. ഈ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട വെൽഫെയർ സ്കീംസുകളും ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സ്വീകരിച്ച നടപടികൾ മിക്സ് ചെയ്ത് വേണം പോകാൻ. ക്ലിയർ അല്ലേ? അത് മറന്നു പോകരുത് കേട്ടോ. ഓക്കെ. അടുത്ത നോക്കൂ, സഹകരണ മേഖലയാണ്. അടുത്ത നോക്കാം, സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി എന്തൊക്കെ, വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഘടന, സാരഥികൾ, കൈവരിച്ച നേട്ടങ്ങൾ, സംസ്ഥാന കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പഠിക്കണം, കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻഡ്മെന്റ് ആക്ട് 1999, സംസ്ഥാന കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. മലയാളത്തിൽ പഠിക്കണോ, അത് കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ സഹകരണ മേഖലയും കേരളവും തമ്മിലുള്ള ബന്ധം, അതായത് സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് പഠിക്കണം. അത് വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ, ആരോഗ്യ മേഖല, സാമൂഹിക സാമ്പത്തിക മേഖല, ഇങ്ങനെ എല്ലാ മേഖലയിലും കേരളം കൈവരിച്ച, സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി, അതുപോലെ സംസ്ഥാന കോപ്പറേറ്റീവ് യൂണിയൻ, അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻഡ്മെന്റ് ആക്ട് 1999, സംസ്ഥാന കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും.
കേരള PSCയിൽ നമ്മളത് പഠിക്കുന്നില്ല. നമ്മൾ കോപ്പറേറ്റീവുമായി ബന്ധപ്പെട്ട എക്സാംസിൽ ഇത് പഠിക്കുന്നു. അല്ലാതെ ജനറൽ PSCയിൽ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നില്ല. അടുത്ത നോക്കാം. സാമൂഹ്യ നീതി ദിനം, പ്രാധാന്യവും പ്രസക്തിയും, വിയന്ന പ്രഖ്യാപനം, കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങൾ, ദലിത് മുന്നേറ്റങ്ങൾ, സ്ത്രീ തുല്യതാ പ്രസ്ഥാനങ്ങൾ, 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, UN മനുഷ്യാവകാശ കൗൺസിൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, സാമൂഹ്യ നീതിക്കായി പോരാടിയ ദേശീയ അന്തർദേശീയ നേതാക്കൾ, ലോക തൊഴിലാളി ദിനം, പ്രധാന തൊഴിൽ നിയമങ്ങളുടെ ആവിർഭാവം, കേരളത്തിലെ തൊഴിലാളി പോരാട്ട ചരിത്രം, വിവിധ തൊഴിലാളി നിയമങ്ങൾ, തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ, ലേബർ വെൽഫെയർ ബോർഡുകളുടെ ആസ്ഥാനം, സാരഥികൾ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതും കേരള PSCയിൽ കാണാൻ കഴിയുന്നില്ല അല്ലെ. ലേബർ റിലേറ്റഡ് എക്സാംസ് എന്തെങ്കിലും, അസിസ്റ്റന്റ് ലേബർ ഓഫീസറോ അങ്ങനെ എന്തെങ്കിലും ലേബർ റിലേറ്റഡ് എക്സാംസ് വരുമ്പോൾ മാത്രം കാണുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, സ്ഥാപനങ്ങൾ, തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ, കേരളത്തിലെ സ്ത്രീ തുല്യതാ പ്രസ്ഥാനങ്ങൾ, 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശ, ഇന്ത്യയിലെയും കേരളത്തിലെയും മനുഷ്യാവകാശ സംരക്ഷണ നിയമങ്ങൾ, കേരളം മാത്രമല്ല വേൾഡും ഉണ്ട്. ഇപ്പോൾ ലോകത്തിലെയും ഇന്ത്യയിലെയും കേരളത്തിലെയും മനുഷ്യാവകാശ സംരക്ഷണ നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളി സ്ഥാപനങ്ങളും തൊഴിൽ നിയമങ്ങളും. ക്ലിയർ അല്ലേ? പിന്നെയുള്ളത് യുണിസെഫ് ആണ്. നോക്കണേ, യുണിസെഫ് ആണ് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള UN കൺവെൻഷൻ, കുട്ടികളുടെ അവകാശങ്ങൾ, ചൈൽഡ് കെയർ ആക്ട് 2000, കുടുംബശ്രീ, അംഗൻവാടി, ആശാ വർക്കേഴ്സ്, അവരുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും. നോക്കണേ, യുണിസെഫ്, കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള UN കൺവെൻഷൻ, കുട്ടികളുടെ അവകാശങ്ങൾ, ചൈൽഡ് കെയർ ആക്ട് 2000, കുടുംബശ്രീ, അംഗൻവാടി, ആശാ വർക്കേഴ്സ്, കടമകളും ഉത്തരവാദിത്തങ്ങളും. അങ്ങ് യുണിസെഫ്, അതായത് അന്താരാഷ്ട്ര തലം മുതൽ കേരളം വരെയുള്ള കുടുംബശ്രീ, അംഗൻവാടി, ആശാ വർക്കേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടി വരും. സബ് കണ്ടീഷൻസും റൂൾസും റെഗുലേഷൻസും വേതനങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കേണ്ടി വരും. പിന്നെയുള്ളത് റോഡ് ട്രാഫിക് നിയമങ്ങളും നടപടികളും സംബന്ധിച്ച അറിവ് നമുക്ക് വേണം. ട്രാഫിക് നിയമ ലംഘനങ്ങൾ, ട്രാഫിക് നിയമം നടപ്പിലാക്കൽ അധികാരികൾ, റോഡ് സുരക്ഷാ ദിനാചരണം, പ്രാധാന്യവും പ്രസക്തിയും, 2019 മോട്ടോർ വെഹിക്കിൾ നിയമ ഭേദഗതി ബില്ല്, പ്രധാന ഭേദഗതികളും ട്രാഫിക് നിയമ ലംഘനത്തിനുള്ള പിഴകളും. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാഫിക് നിയമങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാഫിക് നിയമങ്ങൾ, റോഡ് സുരക്ഷാ ദിനാചരണം, 2019 മോട്ടോർ വെഹിക്കിൾ നിയമ ഭേദഗതി ബില്ലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണം. പിന്നെയുള്ളത് കേരള ജോഗ്രഫിയാണ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം, ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, കായലുകൾ, റംസാർ സൈറ്റുകൾ, മണ്ണിനങ്ങൾ, സസ്യജന്തുജാലങ്ങൾ, കൃഷി, ഗതാഗതം, വാർത്താവിനിമയം, വ്യവസായം എന്നീ മേഖലകൾ കൈവരിച്ച നേട്ടങ്ങൾ. ഓക്കെ അല്ലേ? കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ടോപ്പിക്കിനെ അവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടുത്തത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ വിശേഷ കേരളത്തിലെയും സംരക്ഷിത പ്രദേശങ്ങൾ, ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, സാമൂഹ്യ വനവൽക്കരണ പദ്ധതികൾ, പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ, പരിസ്ഥിതി സംഘടനകൾ, ചിപ്കോ, സൈലന്റ് വാലി പ്രസ്ഥാനങ്ങൾ, നർമദ ബച്ചാവോ ആന്തോളൻ പ്രസ്ഥാനം, ക്ലീൻ ഗംഗ പ്രോജക്റ്റ്. ശരിക്കും ജോഗ്രഫിയിൽ നിന്ന് കണക്ട് ചെയ്ത് എക്കോളജിയിലേക്ക് പോവുകയാണ് അല്ലേ. ജോഗ്രഫി വിത്ത് എൻവയോൺമെന്റ് വിത്ത് എക്കോളജി, ജോഗ്രഫി എൻവയോൺമെന്റും എക്കോളജിയും മിക്സ് ചെയ്തൊരു ടോപ്പിക്കാണ് കൊടുത്തിരിക്കുന്നത്. സബ് ടോപ്പിക്കിനെ കൃത്യമായി പരിശോധിക്കുക. ജോഗ്രഫി പോലുള്ള വിഷയങ്ങൾ ഏതും, ജോഗ്രഫി ആയാലും ഹിസ്റ്ററി ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും ടോപ്പിക്കുകളെ കൃത്യമായി നോക്കി വേണം പോകാൻ കേട്ടോ. സിലബസിനെ എടുത്ത് വെക്കുക. നിങ്ങൾ LDC ദേവസ്വം ബോർഡ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ സിലബസിനെ എടുത്ത് വെക്കുക. ഓരോ ടോപ്പിക്കുകളെ നിങ്ങൾ പഠിച്ചു തീർക്കുമ്പോൾ മാർക്ക് ചെയ്ത് പോകണം കേട്ടോ. കാരണം അത്രമാത്രം കോംപ്ലിക്കേറ്റിംഗ് സിലബസാണ് അവർ കൊടുത്തിരിക്കുന്നത്. അടുത്ത് നോക്കൂ, കേരളത്തിലെ വിവിധതരം വനങ്ങൾ, നിത്യഹരിത വനങ്ങൾ ഏതൊക്കെ, അതിൽ പുൽമേടുകൾ ഏതൊക്കെ, ജൈവ വൈവിധ്യം, വനങ്ങളുടെ പ്രത്യക്ഷ പരോക്ഷ ഗുണങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തിൽ വനങ്ങളുടെ പ്രസക്തി, കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് ഘടനയും പ്രവർത്തനവും എങ്ങനെ, അന്താരാഷ്ട്ര വനദിനം 2022, നമുക്കത് 24 പഠിക്കണം, നമുക്കത് 2024 പഠിക്കേണ്ടി വരും. അതുപോലെ വനമിത്ര പുരസ്കാര ജേതാക്കൾ. അപ്പം വീണ്ടും പക്ക എൻവയോൺമെന്റിൽ കണക്ട് ചെയ്തേക്കുകയാണ്. ഇതൊരു ഫോറസ്റ്റ്, ഈ ജോലിക്ക് ഫോറസ്റ്റുമായി ഡയറക്റ്റ്ലി ഒന്നും ബന്ധം വരുന്നില്ലെങ്കിലും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കാര്യമായ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധതരം വനങ്ങൾ, നിത്യഹരിത വനങ്ങൾ ഏതൊക്കെ, പുൽമേടുകൾ, ജൈവ വൈവിധ്യം, വനങ്ങളും പ്രത്യക്ഷ പരോക്ഷ ഗുണങ്ങളും, അതുപോലെ കേരളത്തിലെ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ.
പിന്നെയുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യമേഖല, സാംസ്കാരിക മേഖല, വ്യവസായിക മേഖല, കൈവരിച്ച പുരോഗതി, നേട്ടങ്ങൾ, പ്രധാന വ്യക്തികൾ. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും വ്യവസായിക മേഖലയിലും നമ്മൾ കൈവരിച്ച പുരോഗതി എന്തൊക്കെ, നേട്ടങ്ങൾ എന്തൊക്കെ, അതുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികൾ ആരൊക്കെ. ക്ലിയറാണ്. പിന്നെയുള്ളത് പ്രാചീന കേരളം, ഏൻഷ്യന്റ് കേരളവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രാചീന കേരളം, മധ്യകാല കേരളം, അടിസ്ഥാന വിവരങ്ങൾ. ശ്രദ്ധിക്കണേ, പ്രാചീന കേരളം, മധ്യകാല കേരളം, അടിസ്ഥാന വിവരങ്ങൾ. പിന്നെയുള്ളത് ആധുനിക കേരളം, യൂറോപ്യന്മാരുടെ വരവ്, ബ്രിട്ടീഷ് ആധിപത്യം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ, ആറ്റിങ്ങൽ കലാപം. എങ്ങനെയാണ്? ആദ്യം നമുക്ക് പ്രാചീന കേരളം ഉണ്ടായിരുന്നു, പിന്നെ ഒരു മധ്യകാല കേരളം കൊടുത്തിട്ടുണ്ട്, അടിസ്ഥാന വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, പ്രക്ഷോഭങ്ങൾ, കേരളത്തിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. കഴിഞ്ഞില്ല. പിന്നെയുള്ളത് ആധുനിക കേരളമുണ്ട്, യൂറോപ്യന്മാരുടെ വരവുണ്ട്, ബ്രിട്ടീഷ് ആധിപത്യം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ, ആറ്റിങ്ങൽ കലാപം. പിന്നെയുള്ളത് നോക്കൂ, പഴശ്ശി കലാപം, മലബാർ ലഹള, വാഗൺ ട്രാജഡി, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രജാമണ്ഡലം, സമരനായകർ ആരൊക്കെ, തിരുവിതാംകൂർ കൊച്ചി സംയോജനം എങ്ങനെ, ഐക്യകേരളം, അതുപോലെ കേരള പിറവി, ആദ്യ ജനകീയ മന്ത്രിസഭ, ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. കൃത്യമായി സിലബസിന് അടിയിലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. കാരണം സിലബസ് തന്നെ വളരെ വലിയൊരു സിലബസാണ്. അപ്പോൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി പഠിക്കുക. കൃത്യമായി ചില ടോപ്പിക്കുകളെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആറ്റിങ്ങൽ കലാപം, ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ, മലബാർ ലഹള, പഴശ്ശി കലാപം, വാഗൺ ട്രാജഡി, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അവസാനിക്കുന്നു. പാർട്ട് 1 വാസ് എൻഡ്. അപ്പോൾ സിലബസിന്റെ പാർട്ട് 1 അവിടെ അവസാനിക്കുന്നു. അടുത്ത് നമുക്ക് നോക്കാം സിലബസിലെ പാർട്ട് 2. നോക്കേ, സിലബസിലെ പാർട്ട് 2 ആണ്. എന്താ പാർട്ട് 2ന്റെ പ്രത്യേകത? നോക്കൂ, പാർട്ട് 2 മാത്സ് ആൻഡ് റീസണിംഗ് ആണ്. അപ്പോൾ നമ്മൾ 30 മാർക്കാണ് അവസാനിച്ചത്. ശ്രദ്ധിക്കണേ, 30 മാർക്കിന്റെ ടോപ്പിക്കാണ് നിലവിൽ വൈൻഡപ്പ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് സിലബസിന്റെ പാർട്ട് 2ന്റെ കാര്യങ്ങൾ പരിശോധിക്കാം. പാർട്ട് 2 എന്താണ്? മാത്സ് ആൻഡ് റീസണിംഗ് ആണ്. മാത്സ് ആൻഡ് റീസണിംഗ് ആണ്. എങ്ങനെയാണ് നോക്കൂ, ചോദ്യങ്ങൾ 10 മാർക്ക്. 10 ചോദ്യം 10 മാർക്കാണ്. നോക്കണേ, 10 ചോദ്യങ്ങൾ 10 മാർക്കാണ്. ഇനി മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏവർക്കും ആവശ്യം. മലയാളം, തമിഴ്, കന്നഡ. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലില്ല. ശ്രദ്ധിക്കണേ, നിങ്ങളുടെ സിലബസിലെ പാർട്ട് 1 GK ആൻഡ് കറണ്ട് അഫെയർ ചോദ്യങ്ങൾ മലയാളത്തിലും തമിഴിലും കന്നഡയിലും മാത്രം. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും ചോദ്യഭാഷ മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ. ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡയാണ്. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലില്ല. മാത്സും ഇംഗ്ലീഷിലില്ല. ടോപ്പിക്കുകളെ നോക്കൂ. 1 അംശബന്ധവും അനുപാതവും, 2 അളവുകളുള്ള അംശബന്ധം, 3 അളവുകളുള്ള അംശബന്ധം, നേരനുപാതം, വിപരീത അനുപാതം, 3 ശ്രേണികൾ, ഗണിത ശ്രേണികൾ, 4% പലിശ, സാധാരണ പലിശ, കൂട്ടുപലിശ, 5 ശരാശരി, അടുത്ത ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, അടുത്തത് ലാഭവും നഷ്ടവും, അടുത്തത് ജാമിതി രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും, വൃത്തം, ത്രികോണം, ചതുരം എന്നിവ മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത സമയവും ദൂരവും, അടിസ്ഥാനാശയങ്ങൾ, അടുത്ത ദിശാബോധമാണ്, ഡയറക്ഷൻ ടെസ്റ്റ് ആണ്, അടുത്ത കലണ്ടറും തീയതിയും, അടുത്തത് അനുക്രമങ്ങൾ, സംഖ്യാനുക്രമങ്ങൾ, അക്ഷരാനുക്രമങ്ങൾ, റീസണിങ് ആണ്, അടുത്തത് സാധ്യതകളുടെ ഗുണിതം, പ്രോബബിലിറ്റി ആണ്, സാധ്യതകളുടെ ഗുണിതം അല്ലെങ്കിൽ പ്രോബബിലിറ്റി. ഇങ്ങനെയുള്ള ഒരു മാത്സിന്റെ സബ് ടോപ്പിക്കിനെ 10 മാർക്കിന് 10 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുന്നോട്ട് അടുത്ത സിലബസിന്റെ പാർട്ട് 3 ആണ്. മറക്കല്ലേ, സിലബസിന്റെ പാർട്ട് 3 ആണ്. പാർട്ട് 3യിൽ നോക്കൂ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസിനെ കൊടുത്തിട്ടുണ്ട്. അവിടെ 10 മാർക്കിനെ കൊടുത്തിട്ടുണ്ട്. അവിടെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ്. അത് പിന്നെ അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റൂ, കാരണം ഇംഗ്ലീഷ് അല്ലേ. ഇംഗ്ലീഷ് മലയാളത്തിൽ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഇംഗ്ലീഷാണ് ചോദിക്കുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 10 ആണ്. ടോട്ടൽ മാർക്ക് 10. സബ് ടോപ്പിക്കിനെ നോക്കിയേ. ടെസ്റ്റിംഗ് സ്കിൽസ് ഫോർ കോംപ്രിഹെൻഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഒരു വലിയ പാരഗ്രാഫ് അല്ലേ, നമ്മുടെ സിവിൽ സർവീസിന് കൊടുക്കുന്ന പോലെ ഒരു പാരഗ്രാഫ് കൊടുക്കാം. ആ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട് കുറേ സബ് ടോപ്പിക്കുകൾ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓക്കെ അല്ലേ. അപ്പോൾ ടെസ്റ്റിംഗ് സ്കിൽസ് ഓഫ് കോംപ്രിഹെൻഷൻ ആണ്. സിമ്പിൾ പാസേജസ് ഫോളോഡ് ബൈ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്. കുറേ പാസേജ് കൊടുക്കും, അതുമായി ബന്ധപ്പെട്ട കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസും കൊടുക്കും. ഓക്കെ അല്ലേ. ഓക്കെ, എത്ര ചോദ്യം എന്ന് പറഞ്ഞില്ല. ടോട്ടലി ഇംഗ്ലീഷ് 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. കോംപ്രിഹെൻഷൻ എത്ര ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു കോംപ്രിഹെൻഷനും കൊടുക്കും, 4 ചോദ്യങ്ങളും കാണും. ഓക്കെ അല്ലേ. പിന്നെയുള്ള ടെസ്റ്റിംഗ് എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് ആണ്. വൊക്കാബുലറി, ആന്റോണിം, സിനോണിം,
ചേഞ്ച് ഓഫ് ജെൻഡർ, വേർഡ്സ് ഓഫ്റ്റൻ കൺഫ്യൂസർ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്പെല്ലിംഗ് ടെസ്റ്റ്. പിന്നെയുള്ളത് ഗ്രാമാറ്റിക്കൽ പോർഷനാണ്. ഗ്രാമറിൽ ടെൻസ്, കൺകോഡ്, ട്രാൻസ്ഫർമേഷൻ ഓഫ് സെന്റൻസ്, പ്രിപ്പോസിഷൻ, ആക്റ്റീവ് പാസീവ് വോയിസ്, റിപ്പോർട്ടിങ്, ആർട്ടിക്കിള്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ്, മോഡൽ ഓക്സിലറീസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, എറർസ് ഐഡന്റിഫിക്കേഷൻ, അഡ്ജക്റ്റീവ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, കോമൺലി യൂസ്ഡ് ഫ്രേസൽ വെർബ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അങ്ങനെ 10 മാർക്കിന് ഇംഗ്ലീഷാണ്. ഗ്രാമാറ്റിക്കൽ പോർഷനും വൊക്കാബുലറി പോർഷനും കോംപ്രിഹെൻഷൻ പോർഷനും കംപ്ലീറ്റ് ആയി. ഇനി വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സിലബസിന്റെ പാർട്ട് 4 ആണ്. സിലബസിന്റെ പാർട്ട് 4 ആണ്. മലയാളമാണ് കൊടുത്തേക്കുന്നത്. പാർട്ട് 4ൽ മലയാളമാണ് കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ അപ്പം പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മലയാളം ചോദ്യങ്ങളുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നോക്കൂ 10 ചോദ്യങ്ങളാണ്. നോക്കണേ. അപ്പൊ ആകെ 10 ചോദ്യങ്ങളാണ്, 10 മാർക്ക്. 10 ചോദ്യങ്ങൾ 10 മാർക്കാണ്. അതിന്റെ ഒരു മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത് മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ. മറക്കല്ലേ, മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡയാണ്. ചോദ്യങ്ങളുടെ ഫോർമാറ്റ് മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡയാണ്. അവിടെ കൊടുത്തിരിക്കുന്ന വ്യാകരണം നോക്കണേ. വ്യാകരണം അല്ലെങ്കിൽ ഭാഷാ നൈപുണ്യം കൊടുത്തിട്ടുണ്ട്. വാക്യത്തിന്റെ അന്വയം, പൊരുത്തം, വ്യാകരണ വ്യവസ്ഥകൾ എന്നിവ പാലിച്ചും ദോഷങ്ങൾ ഒഴിവാക്കിയും വാക്യങ്ങൾ രചിക്കാനും മെച്ചപ്പെടുത്താനുള്ള ശേഷി. അപ്പോൾ മലയാളത്തിന്റെ പക്ക ഗ്രാമാറ്റിക്കൽ പോർഷൻ, വാക്യത്തിന്റെ അന്വയം, തെറ്റുകൾ, ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, അതിന്റെ തെറ്റുകളും ശരികളും കണ്ടുപിടിക്കുക. അടുത്ത നോക്കാം. ലിംഗം, പുരുഷൻ, വിഭക്തി, വചനം, നാമപദങ്ങളുടെ സ്വരൂപം, നാമത്തോട് ചേരുന്ന പ്രത്യയങ്ങൾ, അവ മൂലമുണ്ടാകുന്ന അർത്ഥഭേദം എന്നിവ സംബന്ധിച്ച ധാരണ. അപ്പൊ നോക്കൂ, ജെൻഡറാണ്. അപ്പോൾ ജെൻഡർ, പിന്നെ പുരുഷൻ, വിഭക്തി, കാരകം, വിഭക്തി അല്ലെങ്കിൽ കാരകം, വചനം എന്നിവയെക്കുറിച്ച് കൃത്യമായി പഠിക്കേണ്ടി വരും. പക്ക ഗ്രാമറാണ്. പിന്നെയുള്ളത് കാലം, പ്രകാരം, അനുപ്രയോഗം, ക്രിയാപ്രയോഗങ്ങളുടെ രൂപഭേദങ്ങൾ, ക്രിയയോട് ചേരുന്ന പ്രത്യയങ്ങൾ, വാക്യത്തിന്റെ അർത്ഥത്തിനുണ്ടാകുന്ന ഭേദങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണ. പക്ക ഗ്രാമാറ്റിക്കൽ പോർഷനാണ്. കാലവും പ്രകാരവും അനുപ്രയോഗങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് വിശേഷണമാണ്. വിശേഷണത്തിന്റെ വിശേഷണ പദങ്ങൾ, അവയുടെ ധർമ്മം, പ്രയോഗം തുടങ്ങിയവയുള്ള ധാരണ. പിന്നെയുള്ളത് പദങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വിഭാഗത്തിൽപ്പെട്ട പദങ്ങൾ പലതരത്തിൽ കൂട്ടിച്ചേർത്തും പ്രത്യയങ്ങൾ ചേർത്തുമുള്ള അർത്ഥഭേദം തിരിച്ചറിയാനുള്ള ശേഷി. ഓക്കെ അല്ലേ? പിന്നെയുള്ളത് ശൈലിയാണ്. ശൈലിയുള്ള അർത്ഥം ഗ്രഹിക്കാനും ഉചിത സന്ദർഭങ്ങളിൽ അവ പ്രയോഗിക്കാനുമുള്ള ശേഷി. ശൈലികൾ. അടുത്തുള്ളത് കോംപ്രിഹെൻഷനാണ്, അവതാരണം. കോംപ്രിഹെൻഷനാണ് ഗദ്യം. വ്യത്യസ്ത വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഗദ്യഭാഗങ്ങൾ വായിച്ച് ആശയങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷി. പിന്നെയുള്ളത് പദ്യമാണ്. സാമാന്യ നിലവാരത്തിലുള്ള 10ാം ക്ലാസ് നിലവാരത്തിലുള്ള പദ്യഭാഗങ്ങൾ വായിച്ച് ആശയങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷി. അപ്പോൾ കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ ഗദ്യവും പദ്യവും കൃത്യമായി കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും. പിന്നെയുള്ളത് വിവർത്തനമാണ്. വിവർത്തനവുമായി ബന്ധപ്പെട്ട് നോക്കണം. പദങ്ങൾ, വാക്യങ്ങൾ, ശൈലികൾ എന്നിവയുടെ ശരിയായ ഇംഗ്ലീഷ് മലയാളം വിവർത്തനം, ട്രാൻസ്ലേഷനാണ്. അപ്പോൾ പദങ്ങൾ, വാക്യങ്ങൾ, ശൈലികൾ എന്നിവയുടെ ശരിയായ ഇംഗ്ലീഷ് മലയാളം വിവർത്തനങ്ങൾ കൃത്യമായി ഉണ്ടാകും. പിന്നെയുള്ളത് പാർട്ട് 5 ആണ്. പാർട്ട് 5 എന്ന് പറയുമ്പോൾ സയൻസ് ആണ്. സയൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടത് ചോദ്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലുമുണ്ട്. അപ്പോൾ സയൻസിന് ചോദ്യങ്ങൾ മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ. നോക്കി, ആകെ ചോദ്യങ്ങൾ 5 ചോദ്യങ്ങളുണ്ട്. 5 മാർക്കാണ്. ഫിസിക്സ് നോക്കണേ. അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസ് എന്ന് പറയുമ്പോൾ 3 വിഷയങ്ങളാണ്. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ശരിയല്ലേ? അതിൽ ഫിസിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് 5 ചോദ്യങ്ങളുണ്ട്. 5 മാർക്കാണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസിന് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം. കണ്ടായിരുന്നോ? ഇംഗ്ലീഷ് ഓർ മലയാളം. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഫിസിക്സിന്റെ ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നത്? അളവുകളും യൂണിറ്റുകളും, അടിസ്ഥാന അളവുകൾ, അടിസ്ഥാന യൂണിറ്റുകൾ, വ്യുൽപ്പന്ന യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ. +1 NCERT പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അളവുകളും യൂണിറ്റുകളും, വ്യുൽപ്പന്ന യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ചലനവും ചലന നിയമങ്ങളും. പിന്നെയുള്ളത് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ. 1ാം ചലന നിയമം, 2ാം ചലന നിയമം, 3ാം ചലന നിയമം, ജഡത്വം, ആക്കം, മൊമെന്റം. പിന്നെയുള്ളത് വൈദ്യുത ഊർജമാണ്. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം, പ്രകാശഫലം, വൈദ്യുത കാന്തിക പ്രേരണം, വൈദ്യുത ഉൽപാദനം, വിതരണവും, അതുപോലെ തന്നെ ഗ്രഹ വൈദ്യുതീകരണം, ഡൊമസ്റ്റിക് ഇലക്ട്രിഫിക്കേഷൻ ആണ്, വൈദ്യുത ആഘാതമാണ്, മുൻകരുതലുകൾ.
വൈദ്യുതാഘാതം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതൽ എടുക്കാം. പിന്നെയുള്ളത് വിവിധ ഊർജ്ജ സ്രോതസ്സുകൾ, വിവിധതരം ഇന്ധനങ്ങൾ, ഇന്ധനക്ഷമത, കലോറിഫിക് മൂല്യം, സൗരോർജം, സൗരോർജത്തിൽ നിന്നും വൈദ്യുതിയും താപോർജവും, അതുപോലെ ഹരിതോർജം, അതുപോലെ ബ്രൗൺ ഊർജം, അതുപോലെ ഊർജ്ജ പ്രതിസന്ധി. എനർജിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എനർജി സ്രോതസ്സുകൾ ഏതൊക്കെ, ഇന്ധനക്ഷമത എങ്ങനെയൊക്കെ, കലോറിഫിക് മൂല്യം എന്താണ്, സൗരോർജം, ഹരിതോർജം, ഊർജ്ജ പ്രതിസന്ധി. പിന്നെ ബ്രൗൺ ഊർജ്ജത്തെക്കുറിച്ചും പഠിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? പിന്നെയുള്ളത് കെമിസ്ട്രിയാണ്. നോക്കൂ, അടുത്തത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത് എത്ര മാർക്കാ? 5 മാർക്കാണ്. മറക്കല്ലേ, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് 5 ചോദ്യങ്ങൾ, 5 മാർക്കാണ്. കെമിസ്ട്രി എന്ന വിഷയം നമുക്ക് എങ്ങനെയുണ്ട്? ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളമായിരിക്കും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട്. നോക്ക്, വിവിധ ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, മൂലകങ്ങൾ, ലോഹ സംയുക്തങ്ങൾ, അലോഹ സംയുക്തങ്ങൾ, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ, ജലം, ലായനികൾ. നോക്കണേ, വിവിധ ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, മൂലകങ്ങൾ, ലോഹ സംയുക്തങ്ങൾ, അലോഹ സംയുക്തങ്ങൾ, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ, ജലം, ലായനികൾ. പിന്നെയുള്ളത് സിലബസിന്റെ പാർട്ട് 5 ആണ്, ബയോളജിയാണ്. 5 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 5 മാർക്കാണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രം. ഇംഗ്ലീഷ് ഓർ മലയാളം, ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം. അവിടെ നോക്ക്, ജീവജാലങ്ങളും ആവാസ വ്യവസ്ഥയും, അടുത്ത പോഷണ തലങ്ങൾ, ജീവി ബന്ധങ്ങൾ, ജൈവ വൈവിധ്യം, ശോഷണവും സംരക്ഷണവും, പരിസ്ഥിതി മലിനീകരണം. അപ്പം പക്ക ഒരു എക്കോളജിക്കൽ എൻവയോൺമെന്റൽ ടോപ്പിക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞ ടോപ്പിക്ക്, ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്. അടുത്ത പ്രകാശ സംശ്ലേഷണം. അടുത്ത മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യ ശരീരത്തിലെ അവയവ വ്യവസ്ഥകൾ, ധർമ്മവും പ്രാധാന്യവും, ഹ്യൂമൻ ബോഡി കംപ്ലീറ്റ് പഠിക്കുക. പിന്നെയുള്ളത് പോഷകാഹാരം, പോഷക അപര്യാപ്ത രോഗങ്ങൾ, സമീകൃതാഹാരം. പിന്നെയുള്ളത് വൈറസ് രോഗങ്ങൾ അല്ലേ? വൈറസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. വൈറസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം, വിറ്റാമിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം അല്ലേ? പിന്നെയുള്ളത് പാർട്ട് 6 ആണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് പാർട്ട് 6. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻ ആണ്. ഐടിയുമായി ബന്ധപ്പെട്ട് 10 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ഒള്ളി. ശ്രദ്ധിക്കണം, IT എന്ന വിഷയം ഇംഗ്ലീഷിൽ മാത്രമേ പഠിക്കാവൂ. കാരണം ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ IT കൊടുത്തിരിക്കുന്നത് 10 മാർക്കിനാണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 10 ആണ്. 10 മാർക്കാണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ മാത്രമാണ്. നോക്കൂ, കമ്പ്യൂട്ടർ ഫങ്ഷണൽ യൂണിറ്റ് ആൻഡ് ഫീച്ചേഴ്സ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെ കുറിച്ച് പഠിക്കുക. അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, ഇന്റർനെറ്റ്, വേൾഡ് വൈഡ് വെബ്, ഇമെയിൽ, സൈബർ ലോസുകൾ, സൈബർ ക്രൈംസുകൾ. നമ്മൾ സാധാരണ PSCയിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. വേർഡ് പ്രോസസ്സിങ്ങും ഇന്റർനെറ്റും സൈബർ ലോസും സൈബർ ക്രൈംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം കൃത്യമായി നോക്കണം. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും ടഫായിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള സിലബസിന്റെ പാർട്ട് 7 ആണ് ക്ഷേത്രകാര്യങ്ങൾ. നോക്കണേ, ക്ഷേത്രകാര്യങ്ങളാണ് ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കേണ്ടി വരും. എത്ര മാർക്ക്? 15 ചോദ്യങ്ങളാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് 15 ആണ് കേട്ടോ. അപ്പൊ നോക്കണേ, 15 ചോദ്യങ്ങളാണ്. അതായത് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ മലയാളം, അല്ലെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ കന്നഡ. ശ്രദ്ധിക്കണേ, മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലില്ല. ഒന്നെങ്കിൽ മലയാളം, അല്ലെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ കന്നഡയിൽ മാത്രം 15 ചോദ്യങ്ങളുണ്ട്, 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 15 മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ. വായിക്കാം. നോക്കൂ, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പരിണാമക്രമമായ വളർച്ച, ദേവസ്വങ്ങളുടെ ആവിർഭാവം, പ്രധാന ക്ഷേത്രങ്ങൾ, അവയുടെ പ്രാധാന്യവും പ്രത്യേകതകളും, നിലവിലെ ദേവസ്വം ബോർഡുകളുടെ ഘടനയും രൂപീകരണവും എങ്ങനെ, ദേവസ്വങ്ങളുടെ ശ്രേണി എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു, വരുമാനത്തിന്റെയും നിത്യപൂജാനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനമുള്ള ക്ഷേത്രത വർഗീകരണം. ക്ഷേത്രങ്ങളുടെ വരുമാനം അനുസരിച്ചും നിത്യപൂജയുടെ കണക്കനുസരിച്ചും ക്ഷേത്രങ്ങളെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അതാണ് അവിടെ പറയുന്നത്. പിന്നെ പ്രധാന ക്ഷേത്ര ഉത്സവങ്ങൾ ഇറക്കി, ആചാരപരവും ഭക്തിപരവുമായ അനുഷ്ഠാന ചടങ്ങുകൾ ഇറക്കി, അവയുടെ പ്രാധാന്യവും സാമൂഹിക പ്രസക്തിയും എന്തൊക്കെ, ഹൈന്ദവ പുണ്യമാസങ്ങൾ ഇറക്കി, പുണ്യദിനങ്ങൾ ഇറക്കി, അവയുടെ ആധ്യാത്മിക പ്രാധാന്യം എന്തൊക്കെ, ക്ഷേത്ര കലകൾ ഇറക്കി, അനുഷ്ഠാന കലകൾ, കേരളീയ ക്ഷേത്ര വാസ്തുശൈലി, ക്ഷേത്ര മര്യാദകൾ, ക്ഷേത്രവാദ്യങ്ങൾ, ക്ഷേത്ര സംഗീതം, വിഖ്യാത ക്ഷേത്ര വാദ്യ കലാകാരന്മാർ, വാസ്തുവിദ്യാ ഗുരുകുലം, വാദ്യവിദ്യാലയങ്ങൾ,
ക്ഷേത്ര കലാപീഠങ്ങൾ, ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ ഇവയെ സംബന്ധിച്ചുള്ള അടിസ്ഥാന പരിജ്ഞാനം. ഭക്തിപ്രസ്ഥാന നായകർ, വിഖ്യാത മതാചാര്യന്മാർ, ആത്മീയാചാര്യന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, തത്വചിന്തകർ, അവരുടെ സംഭാവനകൾ, ആത്മീയ സദ്വചനങ്ങൾ, അവയുടെ ഉദ്ഘോഷകർ. ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ട് 1950. ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ആക്ട് 1950 കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളെ കുറിച്ച് പഠിക്കണം. അടുത്ത കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്, ആവിർഭാവം, കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, ഭരണശ്രേണി ക്രമീകരണം, സാരഥികൾ. ഇതാണ് വിശ്വവിഖ്യാതമായ ഏറ്റവും വലിയ സിലബസ് അല്ലേ. കേരളത്തിൽ ഒരു LDC പരീക്ഷയ്ക്ക് കാണാൻ കഴിയാവുന്ന ഏറ്റവും കോംപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും വലിയ സിലബസ് ആണ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്രയും വലിയൊരു സിലബസ് പുറത്തുവിട്ടിരിക്കുന്നത്? ഭയങ്കരമായിട്ട് നമുക്കൊരു സംശയമുണ്ട്. ആശയക്കുഴപ്പത്തിലാണ് എല്ലാവരും. അപ്പോൾ അതിനകത്ത് ഇതൊരു പൊതു സിലബസാണ്. ഇത് എല്ലാ വർഷവും ഇത് തന്നെയാണ് പിന്തുടരുന്നത്. പക്ഷെ നമുക്ക് എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന സംശയമാണ്, എന്തിനാണ് ഇത്രയും വലിയൊരു സിലബസ്? കാരണം LDC പോലൊരു പരീക്ഷയ്ക്ക് ഇത്രയും വലിയ നമുക്ക് കാരണം നമ്മൾ വായിച്ചപ്പോൾ തന്നെ ഇത്ര സമയം എടുത്തുള്ളൂ. ഏകദേശം 30 മിനിറ്റ് എടുത്താണ് വായിച്ചപ്പോൾ. അപ്പോൾ ഇത്രയും വലിയൊരു സിലബസ് എന്തിനു വേണ്ടി ദേവസ്വം ബോർഡ് വെച്ചിരിക്കുന്നു എന്ന് പൊതുവെ എല്ലാവർക്കും ആശയക്കുഴപ്പമുണ്ട്. പക്ഷെ നിലവിൽ ദേവസ്വം ബോർഡ് LDC പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളും ഈ ഒരു സിലബസ് പിന്തുടർന്നേ പറ്റൂ. ഈ സിലബസിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളൊരു ക്ലാസ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ് ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിലും ഒരു റാങ്ക് ഫയൽ ആണെങ്കിലും തീർച്ചയായിട്ടും ഈ സിലബസിനെ ഓറിയന്റഡ് ആയിട്ടാണോ മുന്നോട്ട് പോകുന്നത് കൃത്യമായി നിങ്ങൾ പരിശോധിക്കുക. ഓരോ ടോപ്പിക്കും പഠിച്ചു തീരുമ്പോൾ മാർക്ക് ചെയ്ത് പോകണം. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്പെഷ്യൽ ടോപ്പിക്ക് 15 മാർക്കിനേ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. അത്രയേ ഉണ്ട്, അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ എന്ന് പറയാം. ബാക്കിയുള്ള സബ് ടോപ്പിക്കുകളെല്ലാം കൃത്യമായി കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശദീകരണങ്ങളും വിശദാംശങ്ങളും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC സിലബസ് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDC സിലബസിലൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ പോസ്റ്റ് സെൻഡ് ചെയ്യുന്നവർ ഈ സിലബസിൽ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മിനിസ്റ്റേഴ്സ് അക്കാഡമി ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും ഒരു സംശയം, അപ്പോൾ ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ടോ കേരളത്തിലെ മറ്റേതെങ്കിലും PSC പരീക്ഷകൾ, SSC, RRB ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ആശയക്കുഴപ്പമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്നെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. കമൻറ്റായി രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വാട്സാപ്പ് നമ്പറുണ്ട് 8281008055. അപ്പോൾ 8281008055 എന്നൊരു വാട്സാപ്പ് നമ്പറുണ്ട്. അതിലേക്ക് എല്ലാ ഡൗട്ടുകളും കൃത്യമായിട്ട് വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ കൃത്യമായി ഇടുക. ഞാൻ കാണുന്ന മുറയ്ക്ക് കൃത്യമായി റിപ്ലൈ തന്നേക്കാം. അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് ഞാൻ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ഒരു ലിങ്ക് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒഫീഷ്യൽ PDF ഉണ്ടെങ്കിൽ അതും ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഈ ഒരു വാട്സാപ്പ് നമ്പറും കൂടെ ചേർത്ത് ഞാൻ കൃത്യമായി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പ്ലേസ് ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് നമ്പറുകൾ എടുക്കാം, ടെലിഗ്രാം ഗ്രൂപ്പിൽ കൃത്യമായി മെമ്പർ ആക്കാം. അതുപോലെ നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.